അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, നമ്മുടെയൊക്കെ ആഗ്രഹം നമ്മുടെ മാതാപിതാക്കളോടൊപ്പം ഭാര്യ സന്താനങ്ങളോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേരണമെന്നാണ്. സന്തോഷമുള്ള ജീവിതം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. എന്നാൽ കുടുംബസമേതം സ്വർഗത്തിലെത്താൻ നാം ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ എന്താണ്? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോടത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നാം ധാരാളം സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കുക. ആരെന്തു പറയുന്നു, നന്മ പറയട്ടെ മോശമാക്കി പറയട്ടെ, അതിലേക്കൊന്നും ചെവി കൊടുക്കാതെ ചെയ്യുന്ന അമലുകളിൽ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടുകൂടെ നാം നിർവഹിക്കുക. ധാരാളം നന്മകൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിച്ച് നന്മയിലായി ജീവിച്ച് നമുക്ക് മരണപ്പെട്ടു പോയാൽ തീർച്ചയായും അള്ളാഹു അവൻ്റെ മഹ്ള് ഫള് കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അവൻ ചെയ്ത അമലുകളൊക്കെ സ്വീകരിച്ച ആളുകൾക്ക് പ്രതിഫലമായി സ്വർഗം നൽകും. അങ്ങനെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ചിന്തിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ എവിടെ, എൻ്റെ ഭാര്യ സന്താനങ്ങളെവിടെ, അവരെ കൂടെ എനിക്ക് സ്വർഗത്തിലെത്തിക്കണമല്ലോ എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അവരെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ കൂടെ സ്വർഗത്തിലെത്തിക്കുന്നത് വരെ അദ്ദേഹത്തിന് സമാധാനമില്ല, സന്തോഷമില്ല എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ഇമാം തബറാനി റളിയല്ലാഹു തആല അൻഹു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതായി കാണാം, ഇദാ ദഖല റജുലു അൽ ജന്ന, ഒരാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ പ്രവേശിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്ത് അവൻ ഇഷ്ടപ്പെടുന്ന മാർഗത്തിൽ ജീവിച്ച ആളുകളാണല്ലോ. അങ്ങനെ അത്തരം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ സഅല അൻ അബവൈഹി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അന്വേഷിക്കും. വസൗജതിഹി, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അന്വേഷിക്കും. അതുപോലെ തന്നെ വവലദിഹി, അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളെ അന്വേഷിക്കും. ഇവരൊക്കെ എവിടെ അള്ളാഹുവേ, എൻ്റെ മാതാപിതാക്കളെ സ്വർഗത്തിൽ കാണാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ, എൻ്റെ ഭാര്യ മക്കളെ അവിടെ നിന്നും കാണാൻ കഴിയുന്നില്ലല്ലോ, അവരൊക്കെ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഫയുഖാലു, പറയപ്പെടും, ഇന്നഹും ലം യബ്ലഗു ദറജതക വഅമലക, അവരാരും നീ ചെയ്തതുപോലുള്ള അമലുകൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു വച്ചിട്ടില്ല. നീ എത്തപ്പെട്ട ഈ ഉന്നതമായ സ്ഥാനം അത് അവരാരും എത്തിപ്പിടിച്ചിട്ടില്ല. അതിന് മാത്രമുള്ള സൽപ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തോട് പറയപ്പെടുമ്പോൾ ഫയഖൂൽ, അദ്ദേഹം പറയും, യാ റബ്ബി, ഓ എൻ്റെ രക്ഷിതാവേ, ഖദ് അമൽതു ലീ വലഹും, ഞാൻ ചെയ്ത അമലുകൾ എൻ്റെ രക്ഷയ്ക്ക് മാത്രം വേണ്ടിയിട്ടല്ല, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതേ, നീ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ സ്വന്തം ശരീരത്തെയും നിങ്ങൾ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം, നരകത്തിൽ കടക്കുന്നത് തൊട്ട് സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ചെയ്യുന്ന അമലുകളെല്ലാം അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയും ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് പറയുന്നത്, അള്ളാഹുവേ, ഞാൻ ചെയ്ത അമലുകൾ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് പറയുമ്പോൾ ഫയുഅ്മറു ബിഇൽഹാഖിഹിം ബിഹി, അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ, മാതാപിതാക്കളെ, മക്കളെ, ഭാര്യയൊക്കെ അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ കൽപ്പിക്കപ്പെടുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാദിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയതുഹും, അതേ വിശ്വസിച്ച ആളുകളെ അവരോടൊപ്പം അവരുടെ സന്താനങ്ങളെയും കുടുംബത്തെയും നാം ചേർത്ത് കൊടുക്കുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെയും പറയുന്നുണ്ടല്ലോ. അപ്പോൾ സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ച് മരണപ്പെട്ട് സ്വർഗത്തിലെത്താൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മക്കളെ, മാതാപിതാക്കളെ, ഭാര്യയെ കൂടെ അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ കടത്താൻ കഴിയുമെന്ന് ഈ ആയത്തും ഹദീസും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള വലിയ സൗഭാഗ്യം നമുക്കൊക്കെ തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.